So I watched Chinna Chinna Asai starring ഇന്ദ്രൻസ് ആൻഡ് മധു. മധു മീൻസ് നമ്മുടെ റോജായിലെ നായിക. പിന്നെ അപർണ ബാലമുരളിയുണ്ട്, വിഷ്ണു അഗസ്ത്യ. ഞാൻ പേര് പറയാൻ കാരണം എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഇന്ദ്രൻസിൻ്റെ മുഖത്തൊക്കെ ഒരു പ്രണയവികാരം വന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു ഇമോഷനൊന്നും പുള്ളീനെ വെച്ചാലും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിലത് എന്ത് രസമായിട്ട് അവർ കാണിച്ചേക്കുന്നതെന്ന്. പിന്നെ ഓഫ് കോഴ്സ് മധു നല്ല പ്രകടനമായിരുന്നു. പിന്നെ വിഷ്ണു അഗസ്ത്യയൊക്കെ കുറച്ച് സീനേ ഉള്ളൂ, പക്ഷേ വന്ന സീൻ പുള്ളി ഷോ സ്റ്റീലറായിട്ട് വന്നു പോയിട്ടുണ്ട്. അപർണ ബാലമുരളിയും നല്ല പ്രകടനമായിരുന്നു. ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ഒരു ആകർഷണം, പ്രണയം എന്നൊക്കെ പറയാം. വാരണാസി വെച്ച് കണ്ടുമുട്ടുന്നതല്ല, മധു എന്ന് പറഞ്ഞ ക്യാരക്ടർ അവിടെ എന്താ പറയുക, ലോസ്റ്റായി പോകുന്നു. ഇന്ദ്രൻസിൻ്റെ അടുത്ത് ചെല്ലുന്നു. ഇന്ദ്രൻസ് അവിടെ മകളുടെ ഒപ്പം വന്നതും കണ്ടാണ്. അവർ തമ്മിൽ ഒരു ദിവസത്തിലുണ്ടാകുന്ന സംഭാഷണങ്ങളും ഇൻസിഡൻസും അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ, അതാണ് സിനിമയുടെ ഇതിവൃത്തം. ഇതിൽ ആ മധ്യവയസ്കർ തമ്മിലുണ്ടാകുന്ന പ്രണയം, എനിക്ക് തോന്നുന്നത് ആ ഒരു ലെയർ ഓഫ് ലവ് ഒന്നും നമ്മുടെ സിനിമയിലൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് അങ്ങനെ ഒരു പടം എനിക്ക് ഓർക്കാവുന്നത് കോളാമ്പിയാണ്. എൻ്റെ പഴയ ചാനലിൽ ഞാൻ അതിനെപ്പറ്റി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. കോളാമ്പി കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. അതിലും ഇതേപോലെ രഞ്ജി പണിക്കറും രോഹിണി എന്ന് പറഞ്ഞ ആളുടെ ഒരു പ്രണയം കാണിക്കുന്നുണ്ട്. നിത്യാമേനോനാണ് നായിക. നിത്യാമേനോൻ അവരുടെ ഇടയിലേക്ക് വരുന്നു. നിത്യാമേനോനിലൂടെയാണ് നമ്മളെ കഥ കാണുന്നത്. അതും ഇതേപോലെ തന്നെ അതങ്ങനെ ഒരു മ്യൂസിക്കൽ മൂവിയാണ്. പാട്ടുകളൊക്കെ നല്ല രസമാണ്. ആ പാട്ട് പോലെ തന്നെ രസമായിട്ടുള്ളൊരു മൂവിയാണ് കോളാമ്പി. ഇതും അതേപോലെ തന്നെ. ഇതിൻ്റെ പാട്ട് ചെയ്തേക്കുന്നത് ഗോവിന്ദ് വസന്തയാണ്. നല്ല മെലഡീസും ആ സിനിമയ്ക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ച് നല്ല രസമുള്ള പാട്ടുകളുണ്ട്. പിന്നെ ഓവറോൾ സിനിമ ആ ടൈറ്റിൽ പോലെ തന്നെ ചിന്ന ചിന്ന ആസൈ, ആ പാട്ടുണ്ടല്ലോ, പാട്ട് വെച്ചിട്ടാണ് ടൈറ്റിൽ വന്നേക്കുന്നത്. ആ പാട്ട് പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്. ഈ ഒരു ലെയർ ഓഫ് ലവിനെ എക്സ്പ്ലോർ ചെയ്യുന്നത് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചിന്ന ചിന്ന ആസൈ കണ്ടിരിക്കണം. ഇത് ഒരു നവാഗത സംവിധായകരുടെ സിനിമയാണ്. വർഷ വാസുദേവ് ആൾ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ടു വർഷ വാസുദേവ്, പ്ലീസ് ഡു മോർ ഫിലിംസ് ലൈക്ക് ദിസ്. നല്ലൊരു കാലിബറുള്ള ഡയറക്ടറാണെന്ന് ഒറ്റ സിനിമ കൊണ്ട് തന്നെ തെളിയിച്ചിട്ടുണ്ട്. സോ വി എക്സ്പെക്ട് മോർ ഫ്രം യു. കുഡോസ് ടു യുവർ വർക്ക്. പിന്നെ പേഴ്സണലി ആ സിനിമ കണ്ടിരുന്ന അത്രയും സമയം ഇതൊരു സ്പോയിലറാണ്, പക്ഷേ ഞാനൊരു ഹാപ്പി എൻഡിങ് എക്സ്പെക്ട് ചെയ്ത ഒരാളാണ്. അത് ക്ലീഷയാണെന്ന് എനിക്കറിയാം, പക്ഷേ ആ ക്ലീഷയെ അവസാനിക്കുന്നതായിരുന്നു എനിക്ക് തോന്നുന്നത് ആ സിനിമയുടെ സൗന്ദര്യം. ഒരു ബിഗിനിങ് ആയിട്ട്, ഒരു ന്യൂ ഫോണ്ട് ഓഫ് ലവിൻ്റെ ഒരു ബിഗിനിങ് ആയിട്ടൊക്കെ അവസാനിക്കുമായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നി. പക്ഷേ ഓവറോൾ എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു മൂവിയാണ്. കാണാൻ താല്പര്യമുള്ളവർ കാണുക. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം.